ഹലോ മൈ ഡിയേഴ്സ്, ക്രിസ്മസ് പരീക്ഷയിലേക്ക് എത്തിപ്പോയില്ലേ? ആ സമയത്ത് നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെയാണ് വേണ്ടത്. ഇതാ മുത്തുതിമിർക്കാം എന്ന് പറയുന്ന അടിസ്ഥാന പാഠാവലിയിലെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾക്കറിയാം, പുറത്ത് കോരിച്ചൊരിയുന്ന മഴ, ഇടയ്ക്കയുടെ ലഹരിയിൽ അഷ്ടപതിയിൽ ആറാടി സ്വാതി തിരുനാൾ പദങ്ങളിൽ അലിഞ്ഞ് ആ കലാകാരൻ സ്വയം ഇല്ലാതാകുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ഒരു കലാകാരനെ കുറിച്ചാണ്. അഷ്ടപതിയില് എല്ലാം മറന്നു നിൽക്കുന്ന ഒരു കലാകാരനെ കുറിച്ചായിരുന്നു. ഏത് കലാകാരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? 1 മാർക്ക് ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരും. ഉത്തരം ഏതാണ്? ഉത്തരം ഞെരളത്ത് രാമപൊതുവാൾ എന്നുള്ളതാണ്. ഞെരളത്ത് രാമപൊതുവാൾ. ഇനി ഇതേപോലെ മറ്റൊരു ചോദ്യം. ചരിത്രം അറിയാനുള്ള ഉപാധികളിൽ ഒന്നാണ്. പല ഉപാധികളും നമുക്ക് ചരിത്രം അറിയാനുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന പാഠോഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രം അറിയാനുള്ള ഉപാധികളിൽ ഒന്ന് ഏതാണ്? ഫോട്ടോകളാണ് അല്ലെ. ഫോട്ടോകളാണ് ചരിത്രം അറിയാനുള്ള ഉപാധികളിൽ ഒന്ന്. അടുത്ത ചോദ്യം. 1861 ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവി വണ്ടി ഓടിത്തുടങ്ങി. അത് ചിത്രീകരിച്ച ചിത്രകാരൻ ആരായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. ബേപ്പൂരിൽ നിന്നും ആദ്യമായിട്ട് ആവി വണ്ടി ഓടിത്തുടങ്ങിയ ആ ഒരു ഇത് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ആരായിരുന്നു? അത് മാത്രം 2 ചിത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒരു ചിത്രം ഈ ഒരു ആവി വണ്ടി ആദ്യമായിട്ട് ഓടി തുടങ്ങിയതിനെ കുറിച്ചായിരുന്നു. ആരായിരുന്നു ആ ചിത്രം വരച്ചത്? ഭാര ഭാസ്കരനാണ് കേട്ടോ. ഭാര ഭാസ്കരനാണ്. ബലൂണിന്റെ ഭായാണ്. ഭാര ഭാസ്കരനാണ് അല്ലെ. ഇനി മീനും ഞാനും അല്ലെങ്കിൽ ഫിഷ് ആൻഡ് ഐ എന്നത് ആരുടെ തിരക്കഥയാണ് എന്നതാണ്. ആരുടെ തിരക്കഥയാണ്? മീനും ഞാനും ഫിഷ് ആൻഡ് ഐ എന്നത് ആരുടെ തിരക്കഥയാണ്? തിരക്കഥയും സംവിധാനവും അഭിനയിച്ചതും എല്ലാം ഒരാളാണ്. അതാണ് ബാബക് ഹബീബിവർ അല്ലെ. ബാബക് ഹബീബിവർ ആണ് ഫിഷ് ആൻഡ് ഐ, മീനും ഞാനും എന്ന് പറയുന്ന ആ ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇനി കളിക്കിടയിൽ എന്നത് ആരുടെ ആത്മകഥയുടെ ഭാഗമാണ്? ആരുടെ ആത്മകഥയുടെ ഭാഗമാണ്? അത് KPSC ലളിതയുടെ ആത്മകഥയുടെ ഭാഗമാണ്. കളിക്കിടയിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? KPSC ലളിത. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വജ്ര ബാച്ചില് 30% ഓഫറോട് കൂടി ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ഇന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉത്തരമായിട്ട് വീണ്ടും കാണാം.